പറഞ്ഞല്ലോ, ബേത്ലഹേമിൽ ജനിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്മസിന്റെ സമാധാനം. ഇന്ന് ഇവിടെ വന്ന ഞങ്ങളോട് ഇവിടൊപ്പം ഈ സന്ധ്യയായിരിക്കുവാനിടയായതിൽ വളരെയേറെ സന്തോഷം. ഹോസ്റ്റലിലെ ഉള്ള നമ്മുടെ എല്ലാവരെയും ഒന്നിച്ച് കാണാനായിട്ട് എനിക്ക് ലഭിച്ച ഒരവസരം കൂടിയാണ്. Moreover, this is a beautiful church. This is a traditional Orthodox architectural style church, decorated with icons and the dome over that shows the traditional Orthodox architectural beauty of a church. ഇതിൻ്റെ ഈ ഓൾട്ടറാണ്, അത് ക്ലോസ്ഡ് ഡോറാണ്. ഈ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസിനും എല്ലാം ഈ ക്ലോസ്ഡ് ഡോറും സ്റ്റെയിൻഡ് ഗ്ലാസസും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ കാരണം നിങ്ങൾ വീട്ടിൽ പോയി ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 14, First Kings chapter 9 wide, the last chapter of book of Exodus and First Kings chapter 9. There we see the manifestation of the glory of God. In book of Exodus chapter 14, the Lord God commanded Moses to do all the preparation for the consecration of the Ark of the Covenant. And Moses did that, all the preparation for the Ark of the Covenant. And then in darkness, the glory of God was manifested. According to the book of Exodus chapter 14, the glory of God was manifested in darkness, not in light. It was in darkness. In First Kings chapter 9, Solomon built the Jerusalem temple. And after the completion of the Jerusalem temple, it was prepared for the consecration. When it was prepared for the consecration, it is a long chapter. How Solomon prepared all the arrangements for the consecration. It is very well narrated in First Kings chapter 9. After all the preparation, the glory of the Lord came down, and it was a cloud and darkness. It was a cloud and darkness. ദൈവമഹത്വം വെളിപ്പെട്ടത് ഡാർക്ക്നെസ്. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി നമ്മളെന്താ പറയുന്നത്? നമ്മൾ ക്രിസ്മസിലെ ചിന്ത അതാണല്ലോ. എന്താ? ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. Or the incarnation of God or the manifestation of God, it was in darkness. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഓർത്തഡോക്സ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ആർക്കിടെക്ചറിൽ ചർച്ചിന്റെ ആർക്കിടെക്ചർ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡാർക്ക്നെസ്, അല്ലെങ്കിൽ വി ക്രിയേറ്റഡ് ഡിവൈൻ ഡാർക്ക്നെസ് ഇൻ ദ ചർച്ച്. A divine darkness. In there the glory of the God is manifested. അതുകൊണ്ടാണ് സാധാരണ നമ്മളിപ്പോൾ കുർബാനയെ കുറിച്ചുള്ള അച്ഛനിക്കിൻ്റെ പ്രശ്നമൊക്കെ അല്ലേ ഓപ്പണായിട്ടുള്ള അങ്ങനെയല്ലേ നിങ്ങൾക്ക് പരിചയം. ഞങ്ങളുടെ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസിൻ്റെ ഒക്കെ പപ്പ അങ്ങനെയാണ്. ഇവിടെയുള്ള ഹോസ്റ്റലിലുള്ള സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളി നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയാണ്. പക്ഷേ in the true Orthodox theology, in the church, there should be a divine darkness, and that darkness is known as divine darkness because in darkness glory of God is manifested. യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ പറ്റി പറയുന്നതാണ്. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഞാൻ ഈ പുതിയ പള്ളിയിൽ ഈ
ഈ മനോഹരമായ പള്ളിയിൽ വന്നപ്പോൾ പെട്ടെന്ന് ഓർത്തുപോയ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചു. അപ്പോസ്തലന്മാരും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ സെയിൻസും യേശു ക്രിസ്തുവിൻ്റെ ക്രൈസ്റ്റ് ഈവൻസിൻ്റെ ഐക്കോൺസും എല്ലാം വളരെ ഭംഗിയായിട്ട് പോർട്രേ ചെയ്തിരിക്കുന്ന വളരെ മനോഹരമായ ഒരു ദേവാലയത്തിൽ 2015 ക്രിസ്മസ് നമുക്കൊന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുവാൻ ഇടയായ ദൈവമഹത്വത്തെ ഓർത്ത് ആദ്യമായിട്ട് സ്തുതിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഒന്നിച്ച് കാണുവാൻ ഇടയായതിനുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കും. ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നതെങ്കിലും ഹോസ്റ്റലിൽ അങ്ങനെ എപ്പോഴും വരരുത്. ഞാൻ ഹ്യൂസ്റ്റൻകാരല്ല, ഹ്യൂസ്റ്റനിലാണ് താമസിക്കുന്നത്. നിങ്ങളോടൊപ്പം തന്നെ ഐ ഓൾസോ ടെക്സനാണ്. അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബീങ് ഐ എം എ ടെക്സൻ. അങ്ങനെ നിങ്ങളുടെ ഇവിടെ നാട്ടുകാരനായിട്ടുള്ള കഴിയുന്നുണ്ടെങ്കിലും പലപ്പോഴും ഒക്കെ ഹോസ്റ്റലിൽ വരാറുണ്ട്. ഈ ക്രിസ്മസിൻ്റെ സമയത്തൂടെ ആയിരിക്കുവാൻ സന്തോഷം പ്രത്യേകമായിട്ട് ഓർപ്പിച്ചുകൊണ്ട് ക്രിസ്തുമസിൻ്റെ ചിന്തയിൽ വേദപുസ്തകം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ബർത്ത് നറേറ്റീവ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ബർത്ത് നറേറ്റീവ്സ് we have in Matthew's Gospel. One chapter speaks about the birth of Jesus Christ, and Luke chapter 1 and 2. That is all the birth narratives we see in the Gospel. പക്ഷേ ഈ രണ്ട് ഗോസ്പലിനകത്തുള്ള ചെറിയ നാരറ്റീവ്സ് ആണെങ്കിലും യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്റ്റോറീസ്. The main story is the incarnation happened in Bethlehem. കാലിത്തൊഴുത്തിൽ ജനിച്ച ക്രിസ്തു എന്നുള്ളതാണെങ്കിൽ അതിനോട് ചേർത്ത് ഒരുപാട് കഥകളുണ്ട്. മാലാഖ കന്യകമറിയാമിന് പ്രത്യക്ഷപ്പെടുന്നത്, എലിസബത്തിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി കന്യകമറിയാം she traveled all the way from Galilee to Judea. After 3 months stay there, coming back to Nazareth, again going back to Bethlehem, birth of Jesus Christ, the coming of the Magi. പിന്നെ എന്തൊക്കെ ഒരുപാട് സ്റ്റോറീസ്. There are a lot of stories. അതിലേതാ ഇന്നിവിടെ പറയേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് അനേകം കഥകൾ നമുക്കറിയാവുന്ന കഥകളുണ്ട്. കിഴക്കുനിന്ന് പോയ വിദ്വാൻമാരുടെ കഥ, അവരെ വഴികാട്ടിയ നക്ഷത്രങ്ങൾ. കിഴക്കിൽ നിന്ന് പോയ വിദ്വാൻമാരുടെ കഥ, അവരെ വഴികാട്ടിയ നക്ഷത്രങ്ങൾ. ഇന്ന് കിഴക്കിലെ സഭകളൊക്കെ തന്നെ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, മിഡിൽ ഈസ്റ്റിലുള്ള ക്രൈസ്തവ സമൂഹം ഇന്ന് ഏറ്റവും ദുഃഖത്തിലാണ്. അവരനുഭവിക്കുന്ന ട്രഡീഷണൽ ഹെറിറ്റേജ് സെന്റേഴ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോയ ദുഃഖം. മിഡിൽ ഈസ്റ്റിലുള്ള ഈജിപ്തും എത്യോപ്യയും ഒക്കെ, മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, ഈജിപ്റ്റ് എത്യോപ്യ ഇല്ല, ഇവിടെയെല്ലാം ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന പീഡ പ്രയാസങ്ങൾ. ഇന്ത്യയിൽ മദ്രാസിലെ വെള്ളപ്പൊക്കം മൂലമുണ്ടായ ഇന്ത്യയിൽ സമൂഹം അനുഭവിക്കുന്ന ദുഃഖം, ഇതിൻ്റെ എല്ലാം നടുവിലാണ്, ഇതിൻ്റെ ഈ പ്രയാസങ്ങളുടെ നടുവിലാണ് 2015 ക്രിസ്തുമസ് നാം ആഘോഷിക്കുന്നത്. യേശുവിനെ കാണുവാൻ പോയ 3 വിദ്വാൻമാരുടെ കഥ നമുക്കറിയാം. മത്തായി ശ്ലീഹ 3 വിദ്വാൻമാരെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അവരുടെ പേരുകളും നാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? മനുഷ്യരും കാസ്പറും ബൽത്തസറും ഒക്കെ അല്ലേ? മനുഷ്യരും പാട്ട് കേട്ടിട്ടില്ല? മനുഷ്യരും കാസ്പറും ബൽത്തസറും പാട്ട് കേട്ടിട്ടില്ലേ? അത് ആ വിദ്വാൻമാരെ പറ്റിയാണ്. അവരുടെ പേരും അപ്പോക്രിഫൽ റൈറ്റിംഗ്സിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ യേശുവിനെ കാണാൻ പോയ വിദ്വാൻമാരെ പറ്റി വേറെ ഒരു കഥയുണ്ട്. വില്യം ബാർക്ലേയുടെ കമന്ററിയിൽ 4ാമതൊരു മനുഷ്യന്റെ പേര് പറയുന്നു. നിങ്ങളെ കഥ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് നിശ്ചയം.
പഠിക്കുന്ന, നക്ഷത്രങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരായി. When they saw the star of the birth of Jesus Christ, and all the four together decided to go and meet Jesus Christ. And അങ്ങനെ അവർ തീരുമാനിച്ചു. ഓരോരുത്തരും കരുതേണ്ട കാഴ്ചകളും അവർ തീരുമാനിച്ചു. നമുക്കറിയാം, പൊന്നെ പോലെ കുന്തിരിക്കും. അർത്ഥവാന്റെ കാഴ്ച പറയുന്നത് അദ്ദേഹം മുത്തുകൾ പേൾസ്, വില കൂടിയ മുത്തുകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നത് പാക്ക് ചെയ്ത് അദ്ദേഹം കാഴ്ചവെക്കാൻ അദ്ദേഹം അതാണ് കരുതിയത്. അങ്ങനെ 4 പേരും കൂടെ ഒന്നിച്ചു പോകാനാണ് തീരുമാനിച്ചത്. 4 പേരും 4 ഭവനങ്ങളിൽ നിന്ന് രാവിലെ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി പോകാനാണ്. അങ്ങനെ സമയമെല്ലാം ഫിക്സ് ചെയ്തു. ഇവർ 4 പേരും വരത്തക്കൊണ്ടുള്ള ടൈം ഫിക്സ് ചെയ്തെല്ലാം കറക്റ്റായി വെച്ചു. പിറ്റേന്ന് രാവിലെ പോകാനായിട്ട് പുറപ്പെടുമ്പോൾ 3 പേരെത്തി. 4ാമത്തെ മനുഷ്യന് എത്താൻ സാധിച്ചില്ല. കാരണം അദ്ദേഹം വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക്, അദ്ദേഹത്തിന് വീട് കുറച്ച് ദൂരമാണ്, വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് വഴിയിൽ എന്തോ കിടക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം അടുത്ത് നിന്ന് നോക്കിയപ്പോൾ ഒരു വഴിയാത്രക്കാരനാണ്, തണുപ്പ് കൊണ്ട് പനി പിടിച്ച് കിടക്കുക. അപ്പോൾ ഇയാളോട് ഇങ്ങനെ കിടക്കുമ്പോൾ അയാളെ ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാൻ, അദ്ദേഹത്തെ കരുതുവാൻ ആരുമില്ല. അർത്ഥവാൻ വിചാരിച്ചു, ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോയാൽ ഞാൻ ഇദ്ദേഹത്തെ എടുത്ത് ശുശ്രൂഷിക്കാൻ എവിടെയെങ്കിലും സത്രത്തിലോ വല്ലതും ആക്കിയാണ്. മറ്റൊരു 3 പേരും സമയം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നപ്പോൾ നമുക്ക് മൊബൈൽ നോക്കിയത് വിളിച്ചു പറയാം, അതിതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ തിരിച്ചു പോകും, അവർ പോകും. അപ്പോൾ ഞാൻ അവരോട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഈ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് പോകാം. ശാലമേലും അദ്ദേഹം ചിന്തിച്ചു പോകും, അങ്ങനെ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോയാൽ ഈ മനുഷ്യൻ മരിച്ചു പോകത്തില്ലേ? അപ്പം അത് വേണ്ട, ഞാൻ ഇദ്ദേഹത്തെ ശുശ്രൂഷിച്ച് സത്രത്തിൽ എവിടെയെങ്കിലും ആക്കി ഇട്ട് പോകാമെന്ന്. അടുത്തപ്പോൾ ഈ മനുഷ്യനെ എടുത്ത് ശുശ്രൂഷിച്ച് ഒരു സത്രത്തിൽ കൊണ്ടാക്കി ക്രിസ്തുവിനെ കാഴ്ചവെക്കാൻ കരുതിയിരുന്ന മുത്തുകളിൽ ഒരെണ്ണമെടുത്ത് വിറ്റ് ഈ മനുഷ്യന് കൊടുത്തിട്ട് പിന്നെ സ്വയം യാത്ര തുടരാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് അർത്ഥവാൻ പിന്നെ ഒറ്റയ്ക്ക് ബേത്ലഹേമിലെത്തിയപ്പോൾ അദ്ദേഹം കേട്ട വാർത്ത, യേശു ക്രിസ്തുവിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഹെറോദേസ് കുഞ്ഞുങ്ങളെ കൊല്ലാൻ കൽപ്പന കൊടുക്കുകയും അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ജോസഫ് മേരി യേശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. ജോസഫ് മേരി ഈജിപ്തിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി. അപ്പോൾ അർത്ഥത്താനെ യേശുവിനെ കാണാൻ പറ്റി. പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്നു. പിന്നെ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വാർത്തകളൊന്നും കേൾക്കുന്നില്ല. നമുക്കറിയാമല്ലോ, ക്രിസ്തുവിനെ പറ്റി പിന്നെ നമ്മൾ കേൾക്കുന്ന എത്രാമത്തെ വയസ്സിലാണ്? 30ാമത്തെ വയസ്സ്. അപ്പോൾ അർത്ഥവാൻ പിന്നെ യേശു ക്രിസ്തുവിനെ പറ്റി വാർത്തകളൊന്നും കേൾക്കുന്നില്ല. പിന്നെ അദ്ദേഹം തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. 30 വർഷങ്ങൾക്ക് ശേഷമാണ് അർത്ഥവാൻ പിന്നെ യേശുവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷയെ പറ്റി കാര്യങ്ങളെ പറ്റിയൊക്കെ കേൾക്കുന്നത്. അപ്പോൾ താൻ കരുതിയിരുന്ന ബാക്കി മുത്തുകൾ യേശുവിനെ കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ച് വീണ്ടും അദ്ദേഹം ഭരിച്ചിട്ടില്ലെന്ന്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം കേട്ട വാർത്ത, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ വേണ്ടി കാൽവരിയിലേക്ക് കൊണ്ടുപോയത്. ക്രിസ്തുവിനെ ക്രൂശിക്കാൻ വേണ്ടി കാൽവരിയിലേക്ക് കൊണ്ടുപോയത്. മരിക്കുന്നതിന് മുമ്പൊന്ന് കണ്ടൊരു വാക്ക് പറഞ്ഞ് ഈ കാഴ്ച ഒന്ന് സമർപ്പിക്കാൻ വേണ്ടി അർത്ഥവാൻ കാൽവരിയിലേക്ക് ഓടി. കാൽവരിയിലേക്ക് പോകുന്ന വഴിക്ക് തന്റെ എതിരെ കുറെ മനുഷ്യർ വരും. ആ മനുഷ്യര് ഒരു പെൺകുട്ടിയെ, 12 വയസ്സുള്ള ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അവളെ നിലവിളിക്കുന്നത്. അർത്ഥവാന്റെ അടുത്തെത്തിയപ്പോൾ ഈ കുട്ടിയുടെ നിലവിളി ഉച്ചത്തിലായി.
കൊച്ചിനോട് വർത്തമാൻ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? അപ്പൊ അവൾ പറഞ്ഞു, എൻ്റെ അപ്പൻ ഈ മനുഷ്യരുടെ അടുത്ത് നിന്ന് കുറച്ച് കടം വാങ്ങിച്ചു, തിരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ എന്നെ അടിമയായി പിടിച്ചുകൊണ്ട് പോവാണ്. വർത്തമാൻ തൻ്റെ കയ്യിൽ യേശു ക്രിസ്തുവിനെ കാഴ്ച അടയ്ക്കാൻ വെച്ചിരുന്ന മുത്തുകളെടുത്ത് ഈ മനുഷ്യർക്ക് കൊടുത്ത് ഈ കുഞ്ഞിനെ രക്ഷിച്ചു അവരുടെ അടുത്ത്. അങ്ങനെ വർത്തമാനും കുഞ്ഞും അവിടെ അവശേഷിക്കുമ്പോൾ കാൽവരിയിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നടന്നു. മത്തായി ശ്ലീഹ രേഖപ്പെടുത്തുന്നു, യേശു പ്രാണനെ വിട്ടു, ഭൂമിയിൽ അന്ധകാരം വ്യാപിച്ചു, ഭൂമി കുലുങ്ങി, പാറകൾ തുറന്നു, മരിച്ചുപോയ പല വിശുദ്ധന്മാരും ശവക്കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. പാറകൾ പിളർന്ന ആ സന്ദർഭത്തിൽ ആ പാറകളിൽ നിന്ന് പൊട്ടിത്തെറിച്ചു വന്ന ഒരു ചില്ല്, പാറകഷ്ണം അർത്തബാന്റെ നെറ്റിയിൽ പതിച്ചു. അവിടുന്ന് രക്തം ചീറ്റി ഒഴുകി. അർത്തബാൻ ബോധം കെട്ട് നിലത്ത് വീണു. ഈ കുഞ്ഞ് എൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ട് ബോധരഹിതനായി പ്രാണനെ വിടാൻ തുടങ്ങുമ്പോൾ അർത്തബാൻ ഒരു ശബ്ദം കേട്ടു എന്നാണ് വില്യം ബാർക്ലേയുടെ കമന്ററിയിൽ എഴുതിയിരിക്കുന്നത്. അർത്തബാനെ, ഞാൻ എൻ്റെ കാഴ്ച സ്വീകരിച്ചിരിക്കുന്നു. കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അർത്തബാൻ smiled in his death because he knew that the Lord has received his gift. Artaban smiled in his death because he knew that the Lord has received his gift. 2015 ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യേശു ക്രിസ്തുവിനെ കാണാൻ പോയ 3 വിദ്വാൻമാരെ പറ്റി നാം പഠിക്കുമ്പോൾ അർത്തബാൻ എന്ന അദൃശ്യനായ, അല്ലെങ്കിൽ നമ്മുടെ കഥയിൽ നമ്മുടെ പരിചയമില്ലാത്ത ഒരു മനുഷ്യന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ നാം ഓരോരുത്തരും ക്രിസ്തുവിന് കാഴ്ചയുമായി പോകുന്ന മനുഷ്യരായി, ക്രിസ്തുവിന് കാഴ്ചയായി സമർപ്പിക്കുന്ന മനുഷ്യരായി തീരുക എന്നുള്ള ആ വലിയ ദൗത്യം ഈ ക്രിസ്മസ് നമുക്ക് നൽകും എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മിഡിൽ ഈസ്റ്റിലും മറ്റു പല സ്ഥലങ്ങളിലും കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഒരു പീഡ അനുഭവിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ബലിയായി തീരുവാൻ, ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനൊക്കെ വേണം അവർ ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറക്കെ ഉച്ചരിക്കുന്നത് നിങ്ങളുടെ വാർത്തയിലും പത്രത്തിലും ഒക്കെ വായിച്ചിട്ടുള്ള സംഗതിയാണ്. ഇതൊക്കെ ഇന്ന് ഈ നൂറ്റാണ്ടിൽ, ഈ വർഷം നടക്കുന്ന കാര്യങ്ങളാണ്. അവരെല്ലാം ക്രിസ്തുവിന് കാഴ്ചയായിട്ട് തീരുകയാണ്. അർത്തബാൻ ക്രിസ്തുവിന് കാഴ്ചയായ സംഭവമാണ് അർത്തബാന്റെ കഥയിലൂടെ നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതമാകുന്ന കാഴ്ച ഉണ്ണിയേശുവിന് കാഴ്ചയായി തീരുവാൻ, നമ്മുടെ ജീവിതം ക്രിസ്തുവിന് കാഴ്ചയായി തീരുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഈ ക്രിസ്തുമസ് വിശ്വാസികളെ അതിന് അർത്ഥമുണ്ടാകുന്നത്, അത് അർത്ഥപൂർണ്ണമാകും. ഇന്ന് ക്രിസ്തുമസ് ആഘോഷങ്ങളുടേത്, പ്രത്യേകിച്ച് പാശ്ചാത്യ സംസ്കാരത്തിനുള്ളിൽ അത് ആഘോഷങ്ങളുടെ കുട്ടികളോട് ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയും, ക്രിസ്തുമസ് ഈസ് എ ടൈംലി എക്സ്ചേഞ്ച് ഗിഫ്റ്റ്, ഓൺലി റിസീവ് ഗിഫ്റ്റ്. ക്രിസ്തുമസിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് അതായിട്ട് മാറുന്നു. മറിച്ച് നാം ഓരോരുത്തരും ക്രിസ്തുവിന് കാഴ്ചയായി തീരുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് വളരുക എന്നുള്ളതാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ സമാധാനവും ശാന്തിയും കൃപകൾ ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2016 സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മകളുടെയും